അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ വിധികർത്താക്കളെ, ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സാഹിത്യോത്സവന്റെ ഈ വേദിയിൽ ഞാൻ എത്തിയിരിക്കുന്നത് യുവതലമുറയുടെ ആസക്തി കേവലം ലഹരിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നിർവചനങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ഏതാനും ചില വാക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ്. ഒരു കാലത്ത് ലഹരി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച മദ്യക്കുപ്പിയോ ചുണ്ടിലെ സിഗരറ്റ് കുറ്റിയോ ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ, നമ്മുടെ ഓരോരുത്തരുടെയും കൺമുൻപിൽ, നമ്മുടെ ഓരോരുത്തരുടെയും തലയണക്കരികിൽ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരമ്പരാഗത ലഹരികൾ നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയുമാണ് നശിപ്പിക്കുന്നതെങ്കിൽ ഇത്തരം നവലഹരികൾ നമ്മുടെ വളരെ വിലപ്പെട്ട സമ്പത്തായ നമ്മുടെ ചിന്താശേഷിയെയും ക്ഷമയെയും സമാധാനത്തെയും മറ്റുമാണ് നശിപ്പിച്ചു കളയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, വാസ്തവത്തിൽ എന്താണ് ലഹരി? നാം ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിൻ എന്ന താൽക്കാലിക സന്തോഷ ഹോർമോൺ അത് നമ്മെ വീണ്ടും വീണ്ടും അതേ പ്രവൃത്തി ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് പല തരത്തിലുണ്ടാകാം. ഒന്ന്, ദൃശ്യലഹരി. നാം ഓരോരുത്തരും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകളിൽ നിന്ന് ലഭിക്കുന്ന തൽക്ഷണമായ ഡോപ്പമിൻ അത് ക്രമേണ നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് അനിവാര്യമായ നമ്മുടെ ക്ഷമയെ ഇല്ലാതാക്കി കളയുന്നു. രണ്ട്, അംഗീകാര ലഹരി. മറ്റുള്ളവരുടെ ലൈക്കുകളും കമന്റുകളും നമുക്ക് നൽകുന്ന താൽക്കാലികമായ നമ്മുടെ സുഖം അത് നമ്മുടെ മനസ്സിൽ താൽക്കാലികമായ ആത്മവിശ്വാസത്തെ നിറയ്ക്കുന്നുവെങ്കിലും അത് നിലയ്ക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം പതറിപ്പോകുന്ന കാഴ്ചയാണ് നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂന്ന്, താരതമ്യ ലഹരി. മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ നിന്ന് താൻ ഒറ്റപ്പെട്ടു പോവുകയാണോ എന്ന ഭയം അത് നമ്മെ മറ്റുള്ളവരുടെ മികച്ച നിമിഷങ്ങളുമായി നമ്മുടെ സാധാരണ ജീവിതത്തെ താരതമ്യം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു. ഇത് ക്രമേണ നമ്മുടെ ആത്മവിശ്വാസത്തെ നശിപ്പിച്ചു കളയുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ തലച്ചോറ് കഠിനാധ്വാനം ചെയ്ത് നേടിയെടുക്കേണ്ട സെറാട്ടോണിന് പകരം വളരെ എളുപ്പത്തിലും വേഗത്തിലും ലഭിക്കുന്ന ഡോപ്പമിന് പിറകെ യുവതലമുറ കുതിച്ചുപായുന്ന വേദനാജനകമായ കാഴ്ചയാണ് നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് യുവതലമുറ നേരിടുന്ന പ്രശ്നങ്ങളിൽ വെച്ച് ഏറ്റവും വലുതും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ ഡോപ്പമിൻ ട്രാപ്പിൽ നിന്ന്, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മുക്തി നേടാം? ഇതിനെന്താണ് ഒരു മറുവഴി? അതിനുത്തരം വളരെ എളുപ്പമാണ്. ഒന്ന്, വിരസതയെ വെല്ലുവിളിക്കുക. എല്ലാ സമയവും അനാവശ്യമായി മൊബൈൽ ഫോൺ എടുത്ത് ഉപയോഗിക്കാതെ കുറച്ച് സമയമെങ്കിലും വെറുതെ ഇരിക്കുവാൻ നാം ഓരോരുത്തരും ധൈര്യം കാണിക്കണം. ആ സമയത്തുണ്ടാകുന്ന മടുപ്പ് അത് നമ്മുടെ ദുർബലതയല്ല, മറിച്ച് നമ്മുടെ സർഗാത്മകതയിലേക്കുള്ള നമ്മുടെ വാതിലുകളാണ്. അനാവശ്യമായി എല്ലാ സമയവും മൊബൈൽ ഫോൺ എടുത്ത് ഉപയോഗിക്കാതെ ആ സമയം ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ, ഒരു പേനയെടുത്ത് എഴുതാൻ, ഒരു കായിക പരിശീലനത്തിനായി വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാൻ നമുക്ക് എന്ന് കഴിയുന്നുവോ അന്ന് നാം ഓരോരുത്തരും വിജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ട്, ആത്മനിർമ്മാണത്തിന്റെ അച്ചടക്കം. നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് കേവലം മറ്റുള്ളവരുടെ ലൈക്കുകൾക്കോ കമന്റുകൾക്കോ അംഗീകാരത്തിനോ വേണ്ടി അടിമപ്പെട്ട് ജീവിച്ച് തീർക്കുവാനല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. എന്റെ അറിവ്, എന്റെ കഴിവ്, എന്റെ അച്ചടക്കം അതാണ് യഥാർത്ഥത്തിൽ എന്റെ മൂല്യം, അല്ലാതെ മറ്റുള്ളവരുടെ അംഗീകാരമോ ലൈക്കുകളോ അല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാം, നിഅമതാനി മഗ്ബൂനൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ഈ ലോകത്ത് ഭൂരിഭാഗം ജനങ്ങളും ഉപയോഗപ്രദമാക്കാത്ത രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. അസ്സുഹ്ഹത്തു വൽ ഫറാഗ്, ഒഴിവ് സമയവും ആരോഗ്യവുമാകുന്നു അത്. നാം ഓരോരുത്തരും അവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.